മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുമെന്ന നമ്മളൊക്കെ കരുതി. കാരണം എന്താ? എനിക്ക് തഴമ്പുണ്ട്, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവനാ, വയലിന് പോകാറുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സദക്ക കൊടുക്കാറുണ്ട്, എൻ്റെ വാപ്പ മുസ്ലിം, എൻ്റെ ഉമ്മ മുസ്ലിം, ഞാൻ എല്ലാവരും മുസ്ലിം. അപ്പൊ പിന്നെ എനിക്കത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുമെന്നാ ഞാനും നിങ്ങളും കരുതുന്നേ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുമെന്നങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. ആ വിഷയത്തിൽ ഒരാൾക്കും ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ ആർക്കും ഉറപ്പില്ലായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഖലീലാണ്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് വാപ്പയും മകനും കൂടെ പടച്ചുറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ അല്ലാഹനെ ആരാധിക്കുക ദുആ ചെയ്തത് എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇബ്രാഹിം നബി അല്ലാഹുവിനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്, ഈമാനോടുകൂടിയുള്ള ഒരു മരണം എനിക്ക് തരണേ അല്ലാഹ്. ദുആ ചെയ്തത് ഇബ്രാഹിം നബിയാ. അല്ലാഹുവിന്റെ ഖലീലിന് റബ്ബില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ മറ്റൊരു ഭാഗം എടുത്തു നോക്കൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് യൂസുഫ് നബി കയറിയിരിക്കുമ്പോ അവിടുന്ന് റബ്ബിനോടൊരു ദുആ ചെയ്തു. ആ ദുആയും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ് ഫാതിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. പടച്ചവനെ യൂസുഫ് നബി അല്ലാഹുവിനോട് പറയുകയാ, അടിമയായിരുന്ന എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരം തന്ന് പടച്ചവര്, എനിക്ക് സ്വപ്നമേക്കാനങ്ങൾ പഠിപ്പിച്ചു തന്ന് പടച്ചവര്, ഇതെല്ലാം നിന്റെ ഔദാര്യമാണ്. പക്ഷേ യൂസുഫിന് വേണ്ടതെന്തെന്നറിയോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. യൂസുഫ് നബി ദുആ ചെയ്തത് എങ്ങനെയാണ്? അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷ ബീവി അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താണ് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുന്നത്? എന്താണ് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുന്നത്? അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന് ഉറപ്പില്ലേ എന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുമ്പോ ആയിഷ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയുവോ? പടച്ചവൻ
പടച്ചവനെ ഒരു നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിച്ചാൽ അതെങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, മരിക്കുന്നത് കാലം വരെ പടച്ചവനെ മുസ്ലിമായി 5 നേരം നിസ്കരിച്ച് എത്രയോ പേര് ജീവിച്ചു. അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അല്ലാഹുവേ മുസ്ലിമായി നിസ്കരിച്ച് ഖുർആൻ ഓതി നടന്നു. അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കാഫിറായി മരിച്ചുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനിലും ഹദീസിലും നമുക്ക് പഠിക്കാം. എങ്കിലും മരിക്കുന്ന സമയം വരെ കാഫിറായി ജീവിച്ച് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഈമാനോടുകൂടി മരിച്ചുപോയ എത്രയോ പേരുടെ ചരിത്രം നമുക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് മരണത്തിന്റെ സമയം. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മോശമായ മരണത്തിന്റെ അടയാളം ഒരു മനുഷ്യനെ കണ്ടാലറിയാന്ന് പറഞ്ഞു തരുവോ? കടിയുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, മോശമായ മരണത്തിന്റെ അടയാളം എന്തെന്നാ? ചെറുപ്പക്കാരാ, പടച്ചവനെ നിന്റെ ശരീരമല്ലോ അവന്റെ കണ്ണിന്റെ മുന്നിൽ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. കാണടാ, ഇതാണടാ നിന്റെ വാസസ്ഥലം, ഇതാണ് നീ പോയി കിടക്കേണ്ട സ്ഥലം, ഇതാണ് നീ ചെയ്തതിന് പടച്ചുറപ്പ് നിനക്ക് തരുന്നതിനാട്. റബ്ബേ, നരകമിങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കണ്ടിട്ടേ അവൻ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോശമായ മരണത്തിന്റെ അടയാളം ചില മയ്യത്ത് കാണുമ്പോൾ നോക്കാൻ തന്നെ പേടിയ. ഒറ്റ പ്രാവശ്യം നോക്കൂ, പിന്നെ നോക്കൂല. കാരണം മുഖമെല്ലാം കറുത്തുപോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മോശമായ മരണത്തിന്റെ ഒത്തിരി സൗണ്ട് പോയി. ഇപ്പൊ മൈക്ക് സെറ്റുകാരന്മാരൊക്കെ പോയോപ്പാ, ഇതെല്ലാരും പോയോടെ? ചങ്ങായിമാരൊക്കെ ചായ പിടിക്കാൻ പോയാ? എല്ലാരും പോയടാ? മീനെ ഒന്ന് വിളിച്ചാ? ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ മോശമായ മരണത്തിന്റെ ഇത്തിരി സൗണ്ട് വെച്ചോ. ഞാൻ ഇത്തിരി കുറയ്ക്കാം, നിങ്ങൾ ഇത്തിരി കൂട്ടിക്കോ. ഇൻഷാ അല്ലാഹ് ഒരു ഇത്തിരി ഡിലേക്ക് ഇടിയങ്ങ് കുറച്ചാൽ മതി. കുറച്ച് ഇടിയങ്ങോട്ട് കുറച്ചിട്ട് ഇൻഷാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം അവന്റെ മുഖം കറുക്കും, അവന്റെ നിറം മാറും. രണ്ട് എന്റെ പ്രിയമുള്ളവരെ, മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു മരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കിടന്ന കിടപ്പിൽ കിടന്ന് സർവ്വതും താമസിക്കും. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ പ്രവാചകൻ സഹാബികൾ ചോദിച്ചു, നല്ല മരണത്തിന്റെ അടയാളം എന്താ നബി? നല്ല മരണത്തിന്റെ അടയാളം എന്താ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലരുടെ മുഖത്ത് നോക്കിയാ പിന്നെയും നോക്കാൻ തോന്നും. നല്ല മരണത്തിന്റെ അടയാളം 1, നെറ്റിത്തടം വിയർക്കും. 2, മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിക്കും. 3, മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ടാകും. 4, അവന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. മരണം എന്ന് പറഞ്ഞാലും അത് ഒരു അള്ളാഹു തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. മരണവും ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് മരണം മനോഹരമാക്കി കൊടുക്കുമെന്ന അള്ളാഹു ചിലരുടെ മരണം അവരുടെ സാഹചര്യങ്ങൾ മുഴുവനും അള്ളാഹ് തന്നെ ഒരുക്കും. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം അവന്റെ സൗകര്യവും സാഹചര്യം മുഴുവനും അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്ന്. എങ്ങനെ മരിക്കുക? ഹദീസിന്റെ കിതാബിൽ കാണാം. 1ാമത്തെ വിഭാഗം, ചില ആൾക്കാർ മരിക്കുമ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട. അവൻ ഓർമ്മയോടുകൂടി സ്വന്തമായിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ മരിക്കുമ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട. ഓൻ ജീവിതത്തിൽ ഒരു സമയത്ത് സ്വന്തം പറഞ്ഞിട്ട് മരിക്കും. 2ാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനാണെങ്കിൽ ഈ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് റൂഹ് പിടിച്ച് എല്ലാവരും കൂടെ ഒരു വിഭാഗം കാല് മുതൽ മുട്ടുവരെ, 2ാമത്തെ വിഭാഗം മുട്ടു മുതൽ അരവരെ, 3ാമത്തെ വിഭാഗം അര മുതൽ നെഞ്ചുവരെ,
റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിൽ അലിഹി അത് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ആ വിഷയം പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചാരത്ത് നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 വിഭാഗം ആൾക്കാർക്ക് ആര് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്താലും അവന്റെ നാവ് പൊക്കിയിട്ട് അവൻ പറയണമെന്ന് വിചാരിച്ചാലും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാരുണ്ട്. ആ 5 വിഭാഗം ആൾക്കാർക്ക് ഇനി ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും ഓന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവന്റെ നാവ് പൊങ്ങത്തില്ല. അല്ലാഹ് എത്ര എണ്ണം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞ് ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം തരാ സ്വർഗം കിട്ടും. അവിടെ കിടന്ന് മരിച്ചാൽ എന്താന്ന് എനിക്കറിയില്ല. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ നിൽക്കണ ചങ്ങാതി മരിച്ച സൽമാ ഉസ്താദെ, നിങ്ങളെന്താ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് വന്നേ, മുസ്ലിയാർ ഇങ്ങോട്ട് വാ. ഫൈസലെ എന്താ സംഘാടകരൊക്കെ ഒന്ന് എഴുന്നിട്ട് ഈ കസേര പറക്കിട്ടാ നിൽക്കണ കാക്കമാർ കൊണ്ടുകൊടുത്തേ. ഇവിടെ കിടക്കണ കസേര അവിടെങ്കിലും അവർക്ക് റോഡിലെങ്കിൽ റോഡി എവിടെങ്കിലും ഇരിക്കട്ടെ, കൊണ്ടുകൊടു. എന്താ സൽമാ മോലെ വരീപ്പ ഷാദ് നമ്മുടെ ചങ്ങാതിയാ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ് നൽകുമാറാകട്ടെ. എപ്പോഴും കൂടെ നിൽക്കണ ചങ്ങാതി കൂടെ വിളിച്ചോപ്പാ. സൽമാ മോലെ കൂടെ നിൽക്കുന്ന ആളാ. വാ സൽമാ, വാ മുസ്ലിയാരെ. ഷാദ് അൽ ഉലമാ വറസത്തുൽ അംബിയ, ആലിമീങ്ങൾ. 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 കാര്യങ്ങളിൽ ഇങ്ങോട്ട് നോക്ക്. 5 കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്തിന്റെ കൂലി. 5 കാര്യത്തിൽപ്പെട്ട അവിടെ ഇരുന്ന ഉസ്താമാരൊക്കെ എന്താ പെങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഇരിക്കണല്ലേ. വായ നല്ലപോലെ കേൾക്കാം, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് നോക്ക് പോട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത ആ നഷ്ടപാളികൾ ആരാണ് നബിയേ? ഈ സദസ്സിലിരിക്കുന്ന പലരും ആ വിഭാഗത്തിൽപ്പെട്ടവരാ. ഈ സദസ്സിലിരിക്കുന്ന നമ്മളിലെ പലരും ആ 5 വിഭാഗത്തിൽ പേരുള്ളവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത വിഭാഗമാരാ? ആ നഷ്ടപാളിയാരാ? ആ പരാജയപ്പെട്ടവനാരാ? വൃത്തികെട്ടവനാരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറയുന്നു, സ്വഹാബാ, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണ് സഹാബ. നമസ്കരിക്കാത്തവനല്ല ചെറുപ്പക്കാരാ, നിസ്കരിക്കാത്തവനല്ല. നിസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ലല്ലോ, അവന് മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. പടച്ചവനെ അതുകൊണ്ട് നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. അവൻ എങ്ങനെയാ വരുന്നത്? അവന് പടച്ചവനെ അവന്റെ ആഖിബത്ത് മോശമാണ്. അവന്റെ ആഖിബത്ത് മോശമാണ്. അവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടടക്കുന്ന പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കിയാൽ, ഏത് പുണ്യ സ്ഥലത്ത് കൊണ്ട് കബറടക്കിയാൽ, അല്പനേരം നിസ്കരിക്കാത്തവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത് അല്ലാ, അവന്റെ തല പന്നിയുടെ രൂപമാ. നാളെ പടച്ചറപ്പിന്റെ കോടതിയില് അതാ കബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പന്നിയുടെ കോലത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. അവന്റെ തല പന്നിയുടെ രൂപമാണ്. ആരെന്നറിയുവോ? 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചുറപ്പിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ കോടതിയില് പന്നിയുടെ രൂപത്തിലാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് അവിടെന്ന് പറഞ്ഞു, സഹാബാ, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാനൊരു വിഭാഗം ജനങ്ങളെ കണ്ടു.
എന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു. അല്ലാഹുവേ, അവരുടെ കൈകാലുകൾ കെട്ടി ഇങ്ങനെ കിടത്തിയിരിക്കുകയാ. അതാ നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ, വലിയ കരിമ്പാറകൾ എടുത്തുകൊണ്ട് വന്നിട്ടു അവന്റെ തലയിലേക്ക് അതാ പാറയിടുകയാ. അല്ലാഹുവേ, പപ്പടം പൊടിഞ്ഞു പോകുന്നത് പോലെ ആ മനുഷ്യന്റെ തലയങ്ങ് പൊടിഞ്ഞു പോവുകയാണ്. തലച്ചോറ് പോലെ പൊട്ടിച്ചിതറുകയാ. അതാ താഴെ വീണ കല്ലുണ്ടല്ലോ, മലക്കുകളെ രണ്ടാമതും പൊക്കിയെടുക്കുകയാ. അതാ മലക്കുകളാ കല്ല് രണ്ടാമതും എടുത്തിട്ട് തിരിയുമ്പോ അവന്റെ തല പഴയ രൂപത്തിലായിരിക്കുന്നു സഹാബ. പിന്നെയും അവന്റെ തലയുടെ മുകളിലേക്ക് മലക്കുകൾ പാറയിടുകയാ. പിന്നെയും കല്ലെടുക്കും, വീണ്ടും തല പഴയ രൂപത്തിലു അവന് കിടന്ന് വിളിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിയെ കാഴ്ച കണ്ടിട്ടു അവിടെന്ന് ചോദിക്കുന്നു, യാ ജിബ്രീൽ മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീല്, ആരാണ് ജിബ്രീല്? യാ റസൂലല്ലാഹ് താരിഖുസ്സലാം, നമസ്കാരത്തെ ഉപേക്ഷിച്ചവരാണ് നബിയേ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഇതാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമസ്കരിക്കാത്തവരെ കുറിച്ച് ചർച്ചയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാ, ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകന് അതാ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം, നമസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം. യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ? എങ്ങനെ നിസ്കരിക്കുന്നവരാണ് നബിയേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധമായി നിസ്കരിക്കുന്നവര്, അലംഭാവത്തോടുകൂടി നിസ്കരിക്കുന്നവര്. എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിക്കകത്തിരിക്കുമ്പോ ഒരു സഹാബി നിന്ന് നിസ്കരിക്കുകയാണ്. ഒരു സഹാബി നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയൊന്ന് നേരെയാക്കി. പടച്ചവനെ, നമസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയൊന്ന് പിടിച്ചിട്ട് നേരെയാക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകനടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലോ? എങ്ങനെയാ നമസ്കാരത്തിൽ വെച്ച് നിന്റെ താടി നേരെയാക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ രൂപത്തിലാണ് നീ മരണപ്പെടുന്നതെങ്കിലോ എന്റെ സമുദായത്തിൽ പെട്ടവനായിട്ടല്ല നീ മരിച്ചതെന്ന് കരുതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നമ്മുടെ ഇന്നത്തെ നമസ്കാരങ്ങളുണ്ടല്ലോ, അത് പടച്ചറപ്പിനെ കളിയാക്കുന്ന രീതിയിലുള്ള നമസ്കാരമാ, ഒരു കോമാളിത്തരമാണ്. പടച്ചവനെ, ഒരു കളിയാണല്ലോ. അല്ലാഹുവേ, നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ശൈത്താന് പോലും വല്ലാത്ത ചിരിയാ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് സൽക്കർമ്മം വേണ്ട, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് ഇബാദത്തുകൾ വേണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഖത്ത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ, ഒരു വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒന്നുകിൽ അവന് സ്വർഗവാസിയാണ്, അല്ലെങ്കിൽ അവന് നരകവാസിയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരൊറ്റ വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒന്നുകിൽ അവന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിലോ അവന്റെ പേര് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ചെറുപ്പക്കാരാ കളിയൽ ശൈത്താൻ കടന്നു വരികയാ. നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകൾ ശൈത്താൻ കടന്നു വരികയാ. നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടത്തില് അല്ലെങ്കിൽ നരകത്തില് അവന്റെ പേര് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഒന്നീ സ്വർഗത്തിന്റെ മുന്നിൽ പേരുണ്ട്, അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിൽ പേരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വലതുഭാഗത്ത് ഒരു മലക്കും നിൽക്കും, ഇടതുഭാഗത്ത്. മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുകയാണ്, ശൈത്താനുണ്ടല്ലോ അവന്റെ ഇടതുഭാഗത്ത് നീസത് പറയുമ്പോ വലതുഭാഗത്തു മലക്കാ. പടച്ചവനെ മലക്കിങ്ങനെ പറയുകയാ. പടച്ചവനെ റുകൂയിലേക്ക് പോകുമ്പോ സുജൂദിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇന്ന് റുകൂവും സുജൂദുമൊക്കെ കാക്ക കുത്തണ പോലെ ഒന്ന് കുത്തികെട്ടി എഴുന്നേറ്റ് ഓടലാ. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, സുജൂദ് ദീർഘിപ്പിക്കണേ വാപ്പാ. പെട്ടെന്ന് സുജൂദ് ചെയ്ത് എഴുന്നേക്കല്ല്. കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ തലയുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. സുജൂദ് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാ. സുജൂദ് ചെയ്യുമ്പോ ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവനെ സുജൂദിൽ കിടക്കുന്ന
ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പ്രാവശ്യം സംസാരിച്ചാൽ തന്നെ പോകും. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുമ്പോ ഇനി ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ അമലെന്ന് പറയാൻ ഇനി ഒന്നും ഉണ്ടാകില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം നിങ്ങൾക്കറിയോ? എടാ 30 വർഷത്തെ അമല് നഷ്ടപ്പെടും. 30 വർഷത്തെ അമല് നഷ്ടപ്പെടും. 2 മരണസമയത്ത് നിന്റെ നാവ് പൊങ്ങൂല. ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും നിന്റെ നാവ് ഉയർത്തിയിട്ട് നിനക്കത് പറയാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 നാളെ 3 പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? പട്ടിയുടെ രൂപത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും തമാശ പറഞ്ഞ് ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ നിന്നിട്ട് വലിയ ചിരിയും കളിയാ. ബാങ്ക് വിളിക്കുമ്പോൾ പോലും അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു 5 മിനിറ്റ് പോലും നിനക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യ. ആ സമയത്തും സംസാരിച്ചും ചിരിച്ചും കളിച്ചു ഇരുന്നോ, നാളെ പട്ടിയുടെ കോലത്തിൽ നീ നാളെ പരലോകത്ത് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസാരമായി തെള്ളിക്കളയുന്നതാ ബാങ്ക് വിളിക്കുമ്പോ. പള്ളിക്കകത്തിരുന്നിട്ട് സംസാരിക്കുമല്ലോ. പള്ളിക്കകത്തിരുന്നിട്ട് 2 ഈ ദുനിയാവിൽ 6 സ്ഥലങ്ങളിൽ സംസാരിച്ച 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. 2ാമത്തെ സ്ഥലം അള്ളാന്റെ പള്ളിക്കകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിക്കകത്ത് കാലം നീട്ടിയിരിക്കുക. അപ്പോഴാ അളിയ സുഖമാണോടാ, ഭാര്യയും മക്കളൊക്കെ കച്ചവടമൊക്കെ ഉണ്ടോടാ? എവിടെ? പള്ളിക്കകത്തിരുന്നിട്ട്. നിനക്ക് അതിനകത്തിരുന്നിട്ട് സുഖവിവരം അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി. അത് അള്ളാഹുവിന്റെ ഭവനം. അവിടെ ഇബാദത്ത് ചെയ്യാൻ, അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അവിടെ ഇരുന്ന സ്വലാത്തും ദിക്റും പറയാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു? ബാങ്ക്. അത് വല്ലാത്തതാ. ചിലപ്പോൾ നമ്മള് നാട്ടിലെ മോദി സാഹിബിനെ ആരും പരിഗണിക്കാറില്ല. ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ എല്ലാരും ഇങ്ങനെ തട്ടാറുണ്ട്. കറണ്ട് ഇല്ലെങ്കിലും വെള്ളമില്ലെങ്കിലും ബാത്റൂം കഴുകിയില്ലെങ്കിലും എന്ത് കണ്ടാലും മോദി സാഹിബിനെ ഇട്ട് തട്ടാറ്. പക്ഷെ ആ മനുഷ്യൻ ദുനിയാവിൽ ആരും ആ മനുഷ്യനെ ബഹുമാനിച്ചില്ലെങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വിഭാഗം അള്ളാഹു ആ മനുഷ്യനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്ക്. ജീവിതത്തിൽ, അത് പള്ളിയിലല്ല, ഒരു പരിപാടിയിലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവർ കൈവക്കിക്ക്. അൽഹംദുലില്ലാഹ്. കുറച്ചു പേര് 90%, ഒരു 75% പേര് വിളിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബാക്കി 25% വിളിക്കാൻ പേടിയാ. ഉസ്താദേ, ആദ്യം ഫല വിളിക്കുവോ പിന്നെ സല വിളിക്കുവോ അതറിയില്ല. എല്ലാവർക്കും ബാങ്ക് വിളിക്കാൻ പലർക്കും പേടിയാ. ഹയ്യാല ഫലയാണ് വിളിക്കണം. ഇതിപ്പോ ഇങ്ങനെ ടെൻഷനാ. ബാങ്ക് വിളിക്കണം സഹോദര. എന്തേ പ്രതിഫലം എന്നറിയോ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഇവിടുത്തെ ഉസ്താദിനല്ല, ഇവിടുത്തെ ഹാജിയാക്കന്മാർക്കല്ല, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നുമല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഏറ്റവും കൂടുതൽ പ്രതിഫലം പള്ളിയിലെ മുഅദ്ദിന. എന്ത് പ്രതിഫലം എന്നറിയോ? ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടൂലേ? ഓടുവോ? മൃഗങ്ങൾ പട്ടിയിരുന്ന ഏറ്റവും കൂടുതൽ കരയണ സമയം അപ്പൊ പറയുന്നതാ ശൈത്താൻ ഓടുന്ന കണ്ടിട്ടാണ് പറയാറില്ലേ? എന്തുകൊണ്ടാ ശൈത്താൻ ഓടുന്നേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാ ശൈത്താൻ ഓടുന്നേ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടാ ഓടുന്നതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കൾ ആ ശബ്ദം കേട്ടിട്ടുണ്ടോ? അത് മണ്ണാകട്ടെ, ചെടിയാകട്ടെ, ഇലയാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കൾ ആ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, നിന്നെ വിളിക്കുന്നത് ഞാൻ കേട്ട തമ്പുരാനെ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെല്ലാം വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ പരലോകത്ത് ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ശൈത്താൻ കേട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാൽ അള്ളാഹിനോട് പറയേണ്ടി വരും, ഞാൻ കേട്ട് പടച്ചവനെ മോദി സാഹിബിന് സ്വർഗം കൊടുക്കല്ല എന്ന് പറയേണ്ടി വരും. അത് കേൾക്കാതിരിക്കാനായി ഇവൻ ഓടുന്നത്. അവന്റെ പുറകിൽ അവന്റെ മക്കൾ ഓടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.